ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിശ പാറു ഫാമിലി വ്ളോഗ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു സ്വീറ്റ് കൊഴുക്കട്ടയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചു. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ബോൾസോ അധികം ബോൾസ് തന്നെയാണ് രസം. പക്ഷെ ഇങ്ങനെ നന്നായിട്ട് ബോളായിട്ട് മാറ്റണമെന്നില്ല. ഒന്ന് സോഫ്റ്റ് ഒന്ന് പിച്ചിട്ടാലും മതി. പിച്ചിടുമ്പോഴും നല്ല ടേസ്റ്റാണ്. എന്നുവെച്ചാൽ ഇത് ഒന്ന് വേവണം നന്നായിട്ട്. അതുകൊണ്ട് നമുക്ക് ഓവർ ബോളാകുമ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ഒന്ന് പിച്ചിടുന്ന മാതിരി ആക്കിയാലും മതി. വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചും കൊണ്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുമ്പോൾ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആവും. കണ്ടോ, വേറെയായിട്ട് മാറും. നന്നായിട്ടൊന്ന് തിളയ്ക്കുക. തിളച്ചൊന്ന് കുറച്ച് വെള്ളം കുറിയും. ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. അത് നന്നായിട്ട് തിളച്ചൊന്ന് ഏകദേശം ഒന്ന് വറ്റി വരുമ്പം അതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞങ്ങൾ 2 ആണി ശർക്കരേൻ്റെ മതിയാവും. അതിന് നോക്കിയിട്ട് അത് ആദ്യം നമ്മൾ പാനിയാക്കി വെക്കുന്നതാവും നന്നാവുക. കാരണം ശർക്കര അടിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുത്ത് വയ്ക്കുന്നതാണ് നന്നാവുക. ഞങ്ങൾ ആക്കി വെച്ച് പാനി ഒഴിക്കുകയാണ് അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വറ്റിച്ചെടുക്കുന്നവരും ഉണ്ട്. വറ്റിക്കുന്നതിലും ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണ്. കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇടാം കേട്ടോ. നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്ക് വൈകിട്ടൊക്കെ കൊടുക്കാം, രാവിലെ ചായക്കും കൊടുക്കാം. ഇഷ്ടമാവും. എല്ലാവരും ഇഷ്ടമായാൽ പറയണേ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.